അപ്പോ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന ഡ്രില്ലാണ്. അത് കഴിഞ്ഞാൽ മത്സരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലവിസ്മയം ഇവിടെ മാസ്റ്റർ തുടങ്ങിയിരിക്കുന്നു. അവിടെ മനീഷ് മഹിവാൽ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിലാണെന്ന് തോന്നുന്നു. മനീഷേ ഇവിടെ മാസ്റ്ററിൽ തുടങ്ങിയിരിക്കുന്നു. അത് അധികം നേരം നീണ്ടു നിൽക്കുക, പെട്ടെന്ന് കഴിയാൻ പോകുന്നു. പിന്നീട് മത്സരത്തിലേക്ക് കടക്കാണ്. മത്സരം ഇക്കുറി പോയ വർഷത്തെക്കാൾ തീവാറുമെന്നാണ് പഴമക്കാർ പറയുന്നത്. മനീഷ്, ശരിയല്ലേ? ഹാഷ്മി, ഇതാ ഇപ്പോൾ ഇവിടെ ടീം ക്യാപ്റ്റന്മാര്, ഓരോ ക്ലബിന്റെയും ചുണ്ടന്റെയും ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തി അവരുടെ പേരെടുത്ത് പറഞ്ഞു. ഒപ്പം തന്നെ അവരുള്ള സമയത്ത് ഏതൊക്കെ കാലങ്ങളിൽ ഏതൊക്കെ കപ്പ് നേടി, ഏതൊക്കെ വിജയങ്ങൾ നേടി അടക്കമുള്ള ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുക. അതിനുശേഷമായിരിക്കും ഈ ഡ്രില്ല് ആരംഭിക്കുക. നിലവിൽ ഡ്രില്ലിന് വേണ്ടിയുള്ള പതാക അല്പസമയത്തിന് ശേഷം നിമിഷത്തിനുള്ളിൽ തന്നെ ഡ്രില്ലിന് വേണ്ടിയുള്ള പതാക ഉയരും. അപ്പോൾ ഡ്രില്ല് ആരംഭിക്കും. അങ്ങനെ ഒരു ജലവിസ്മയത്തിന് ശേഷം കാണികൾ, ലോകത്തുള്ള എല്ലാ വള്ളംകളി ആരാധകരും കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ പൂരത്തിന് കൊടിയേറാൻ ഇനി നിമിഷങ്ങൾ മാത്രം. അതിന് ഈ ഡ്രില്ല് കൂടിയാണ് ബാക്കി. ഇപ്പോൾ ഇതാ പതാക ഉയർന്നു കഴിഞ്ഞു. ഡ്രില്ലിന് വേണ്ടിയുള്ള പതാക പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ തുഴകൾ ഉയർത്തിക്കൊണ്ടുള്ള ആദ്യഘട്ട ഉയർത്തിക്കൊണ്ടുള്ള മാസ്റ്റിൽ ആരംഭിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മാസ്മരികമായ പോരാട്ടം തുടങ്ങുക. In Alappuzha, the very east of the east, and in Kerala, God's own country. മാസ്റ്ററികമായ പോരാട്ടം അവിടെ മാസ്റ്ററിൽ അങ്ങ് നടക്കുകയാണ്. ഇത് തന്നെ മനോഹരമായ കാഴ്ച. ഇത് തന്നെ ഒരു ജലവിസ്മയമാണ്. ഇത്തരത്തിൽ എസ് കെന് ഇത്രത്തോളം ഒരു ടീമിൽ ഇത്രയധികം പങ്കാളിത്തമുള്ള മറ്റൊരു മത്സരം ലോകത്തില്ല. ഇത്രയധികം ഒരൊറ്റ ടീമിൽ ആൾക്കാരുള്ള മറ്റൊരു മത്സരം ലോകത്തില്ല. അങ്ങനെ പല അർത്ഥത്തിൽ ലോകത്തിന്റെ വിസ്മയത്തിനാണ് ഈ ഒറ്റ കാഴ്ച തന്നെ. അടുത്ത മഹാവിസ്മയം തുടങ്ങാൻ പോകുന്നു. എസ് കെ അല്പസമയത്തിനകം ഒന്നാം ഹീറ്റ്സിൽ നമ്മുടെ ആകാശ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മേഘക്കിരികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ക്യാമറ നമ്മുടെ ആകാശ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മുടെ ആകാശ കാഴ്ചകൾ. പ്രേക്ഷകരൊക്കെ അത് കാണുന്നുണ്ട്. വിജയകുമാർ, ഒരു ഓളപ്പാത്തികൾ ഇളയുമ്പോ അതിനിടയിലൂടെ ചുണ്ടൻ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നതിന്റെ ആകാശ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജനിപ്പിക്കുന്ന മനോഹരമായ അന്തരീക്ഷത്തിലേക്ക് തുഴയെറിഞ്ഞ് തുഴ ഉയർത്തി അവരെ കാണിക്കുന്ന ഈ ആവേശം. ഈ പൊന്നമടക്കായലിലെ ഓരോ ഓളത്തിനും ഇപ്പോൾ ആവേശമുണ്ട്. വിജയകുമാർ, ആ ഡ്രില്ല് കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളങ്ങൾ മുഴുവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അപ്പോൾ തന്നെ ആദ്യ ഹീറ്റ്സ് ആരംഭിക്കും. ആദ്യ ഹീറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഹീറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കും. അതിനിടയിൽ ഒരു ചെറിയ ഇടവേള വരുമ്പോൾ ലൂസേഴ്സ് ഫൈനല്, ചെറുവള്ളങ്ങളുടെ ഫൈനൽ നടക്കും. പിന്നെ ഒരൊറ്റ ഫൈനലാണ് നമ്മൾ മത്സരം ആരംഭിക്കുമ്പോൾ നമ്മൾ തലക്കെട്ടടിക്കും. which are participating in the 71st edition of the Nehru Trophy Boat Race at Punnamadalle. Where on earth or water can you see such a type of splendid event? Okay.